മുസ്ലിമീങ്ങളായ ആളുകൾ എല്ലാവരും പറയുന്നത് നമ്മളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത് ഒരു ട്രേഡ് മാർക്ക് പോലെയാണ്. എല്ലാവരും പറയുന്നു. മുജാഹിദുകാരും പറയുന്നു നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരനും പറയുന്നു നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. തബ്ലീഗുകാരും പറയുന്നു നമ്മളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. എല്ലാവരും പറയുന്നു നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുകാരാണ്. സുന്നികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് കൃത്യമായി നമുക്ക് ധാരണയുണ്ട്. നമ്മൾ അതിൽ അടിയുറച്ചു നിൽക്കുന്നു. എന്നാൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് നമ്മൾ സമസ്തക്കാരാണ്. കാരണം സമസ്ത എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാർക്കാണ്. സമസ്ത എന്ന് പറയുന്നത് എന്തും ചെലവാക്കാൻ പറ്റുന്ന, എവിടെയും എന്ത് സ്ഥാപനങ്ങളും തുടങ്ങാൻ ഞങ്ങൾ സമസ്തക്കാരാണെന്ന് പറഞ്ഞാൽ ആർക്കും വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. കാരണം പൊതുസമൂഹത്തിൽ സമസ്തക്കൊരു നിലയും വിലയുമുണ്ട്. എല്ലാവരും പറയും നമ്മൾ സമസ്തക്കാരാണ്. എന്നാൽ ഇന്ന് സമസ്തയുടെ പ്രവർത്തനത്തിലേക്ക് ആളുകൾ ഒഴുകി വരുന്ന രംഗങ്ങളാണ്. ഒരു കാലത്ത് സമസ്തയെ ദൂരെ ദിക്കിൽ നിന്ന് കണ്ട ആളുകൾ ഇന്ന് സമസ്തയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു കാലത്ത് സമസ്തയിൽ തന്നെ ഇല്ലാതിരുന്ന ആളുകൾ ഇന്ന് സമസ്തയിലേക്ക് കടന്നു വരികയാണ്. മുജാഹിദുകാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും എതിർദിശയിൽ പ്രവർത്തിക്കുന്ന AP വിഭാഗത്തിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അങ്ങനെ പലരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വിശുദ്ധി മനസ്സിലാക്കി കടന്നു വരികയാണ്. ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ യോഗങ്ങളിലും സമസ്തയിലേക്ക് ഉമറാക്കളുടെ ഒഴുക്കാണ്, ഉലമാക്കളുടെ ഒഴുക്കാണ്. ഞാൻ സമസ്തക്കാരനായി മാറണം, എനിക്ക് സമസ്തക്കാരനായി ജീവിക്കണം, എനിക്ക് സമസ്തക്കാരനായി പ്രവർത്തിക്കണം, സമസ്തയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടാവണം എന്ന നിലയിൽ ഉമറാക്കളും ഉലമാക്കളും എല്ലാവരും ഓടിക്കൂടുകയാണ് സമസ്തയിലേക്ക്. അൽഹംദുലില്ലാഹ്, സമസ്തയുടെ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലേക്ക് സമസ്ത കടന്നു വരികയാണ്. പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുള്ള സമയത്ത് പോലും ആളുകൾ ഞാൻ സമസ്തയുടെ ഇന്ന പദവിയിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ രംഗത്ത് വരികയാണ്. അവരുടെ ഉദ്ദേശശുദ്ധിയൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോശമായി മറ്റേതെങ്കിലും രൂപത്തിൽ അത് കാണേണ്ടതുമില്ല. സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരവസരം അവർ ചോദിച്ചു വാങ്ങുകയാണ്, അതല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ് എന്ന നല്ല ബുദ്ധി മാത്രം നമ്മുടെ മനസ്സിൽ ഉദിച്ചാൽ മതി. എല്ലാവരും സമസ്തക്കാരായി വരട്ടെ, എല്ലാവരും സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. അവർക്കറിയാമല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഉള്ളിൽ കയറി നശിപ്പിക്കാൻ നോക്കിയ ഒരുപാട് ഘട്ടങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അവരെല്ലാം നശിച്ചു പോയതല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതുപോലെ പ്രിയപ്പെട്ടവരൊക്കെ ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഇതിൻ്റെ സംശുദ്ധിയും ഇതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അതുവഴി ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുവാനും അതുവഴി മഹാന്മാർ മരണപ്പെട്ടതുപോലെ മരണപ്പെടുവാനുമാണ് എന്ന ഉദ്ദേശത്തിലാണ്. അതല്ലാതെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും അവർ ചിന്തിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി വരുന്നതെങ്കിൽ അവരും അല്ലാഹും വഹിസാബുഹും അലല്ലാഹ്, വഹിസാബുഹും അലല്ലാഹ്, അവരുടെ ഹിസാബും അവരുടെ കണക്ക് ചോദ്യങ്ങളും അവരുടെ വിചാരണകളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു വിലയിരുത്തട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിലേക്ക് വിടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവ്വസമയത്തും നമ്മൾ അലർട്ടായിരിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുവാനും കഷ്ടപ്പെടുവാനും നമ്മൾ മുന്നോട്ട് വരണം. കാരണം ഇത് സാധാരണ ഒരു പ്രസ്ഥാനമല്ല. ഇതിൻ്റെ ലക്ഷ്യം എത്ര പരിശുദ്ധമാണോ അതുപോലെ പരിശുദ്ധമാണ് ഇതിൻ്റെ മാർഗങ്ങളും. മാർഗങ്ങൾ പരിശുദ്ധമാവാതെ ലക്ഷ്യം പരിശുദ്ധമായിട്ട് എന്ത് കാര്യം? ലക്ഷ്യം പരിശുദ്ധമാവാതെ മാർഗം മാത്രം പരിശുദ്ധമായിട്ട് എന്ത് കാര്യം? എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായതുപോലെ അതിൻ്റെ മാർഗവും പരമപരിശുദ്ധമാണ്. ഈ പരിശുദ്ധി വീണ്ടെടുത്ത ഒരു മഹാപ്രസ്ഥാനം ആണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നൂറ്റാണ്ടുകളിലൂടെ വിശുദ്ധ ദീനിൻ്റെ എല്ലാ ആശയാദർശങ്ങളും വള്ളിക്ക് പുള്ളിക്ക് തെറ്റാതെ വ്യതിചലിക്കാതെ അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹിതമായ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതുകൊണ്ട് എല്ലാവരും കടന്നു വരട്ടെ, എല്ലാവരും ഇതിൽ പ്രവർത്തിക്കട്ടെ, എല്ലാവരും ഇതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ കരഗതമാക്കട്ടെ. അവസാനം
പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, KT മാനു മുസ്ലിയാരെ പോലെ, അത്തിപ്പറ്റി ഉസ്താദിനെ പോലെ ഒക്കെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഇരടികളോടുകൂടി പരിശുദ്ധമായ പവിത്രമായ ജീവിതം നയിച്ച് റബ്ബിന്റെ മുമ്പിലേക്ക് ചിറകടിച്ച് പറന്നു പോയതുപോലെ പറന്നു പോകാൻ അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം കൊടുക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട SKSF-ന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിഷ്കളങ്കമായി കോലാഹലങ്ങൾ ഒരുപാടുണ്ട്. കോലാഹലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാതെ നമ്മൾക്കൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം 100-ാം വാർഷികം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. 100-ാം വാർഷികം നമ്മൾ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും, ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് കങ്കേമമായി മഹാസംഗമഭൂമിയായി ആ സമ്മേളനം വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ പ്രസംഗിച്ച പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞത് ഇത് ഔലിയാക്കളാൽ സ്ഥാപിതമായതും ഔലിയാക്കളാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മഹിതമായ പ്രസ്ഥാനമാണ് എന്നാണ്. അത് നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലായതാണ്. പ്രതിസന്ധികൾ ഇതിനു മുമ്പിലും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലെല്ലാം തന്നെ വളരെ മനോഹരമായി നമുക്ക് രക്ഷപ്പെടാനും അതിനെ മറികടക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രതിസന്ധിയൊന്നും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നടന്ന പ്രതിസന്ധിയോളം ആയിട്ടില്ല. ഇനിയും വലിയ വലിയ പ്രതിസന്ധികൾ നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം മറികടക്കാനുള്ള വലിയ പ്രതിരോധ നിര നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള ശക്തി നമുക്കുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തന ഗോതയിൽ സജ്ജരാവേണ്ടത്. നേരത്തെ സലാഹുദ്ദീൻ ഫൈസിയും അതിനു മുമ്പ് വാക്കോട് ഉസ്താദും പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ മാളത്തിൽ ഒളിച്ചു നിൽക്കുകയല്ല വേണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഞാൻ രണ്ടു ഭാഗത്തുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ നല്ല നാളുകളിൽ ആസ്വാദനത്തോടുകൂടി നമ്മൾ അതിനെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ആസ്വാദന കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ആ മഹത്തായ ഊർജത്തോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അടുത്തു മരണപ്പെട്ടു പോയ മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ്, മാണിയൂർ ഉസ്താദുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. മാണിയൂർ ഉസ്താദ് ജാമിയ സഅദിയുടെ ജനറൽ സെക്രട്ടറിയായും അതിൻ്റെ ഒരു ഖാദിമായും പ്രവർത്തിക്കാൻ, അവിടത്തോടൊപ്പം അവിടുത്തെ ഒരു സഹകാരിയായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വളരെ വിനയത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മുടെ ഏതു വിഷയങ്ങളും നമുക്ക് പറയാൻ ഒരു വലിയ തുറന്ന പുസ്തകമായി നിൽക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ്. എപ്പോഴും നമ്മോട് പറയാറുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരു മെമ്പറായി പ്രവർത്തിക്കാൻ അവസരം നമുക്ക് അല്ലാഹു നൽകിയാൽ അത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് നിങ്ങൾ കാണണമെന്നുള്ളതാണ്. അതുകൊണ്ട് SKSF-ന്റെ യൂണിറ്റ് പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ശാഖാ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ആ പണ്ഡിതന്മാരുടെ കൂടെ നിന്ന് അവരുടെ വാക്കുകൾ സമൂഹത്തിലെത്തിക്കാനുള്ള നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ മുതലാക്കുക തന്നെ വേണം. ഒരു കാരണവശാലും പിറകോട്ട് പോകാതെ ഇതിൻ്റെ പ്രചരണങ്ങൾ സജീവമായി ഏറ്റെടുത്തുകൊണ്ട് സമ്മേളനം ഗംഭീരമാക്കുകയും നമ്മുടെ ആത്മീയ അടിത്തറ ഭദ്രമാക്കുകയും ചെയ്യണമെന്നാണ് വളരെ വിനയത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്. പ്രതിസന്ധികൾ നമ്മെ തേടി വരും. ആ പ്രതിസന്ധികൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ തിരിച്ചു പോകും. നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് എല്ലാവർക്കും വലിയ ആവേശമാണ് സമസ്തയുടെ ഒരു പ്രവർത്തകനായി വരണമെന്നുള്ളത്. നമുക്കറിയാം, മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഏകദേശം ഖുർആനും ഹദീസുമൊക്കെ അംഗീകരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയണം എന്നുള്ളതാണ്. ഖാദിയാനികളും പറയുന്നത് ഞങ്ങൾ മുസ്ലിമാണ്. ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഒരു മുസ്ലിമീങ്ങളല്ല.
അവരെ സംബന്ധിച്ചിടത്തോളം മീർസ അഹമ്മദ് ഗുലാം ഖാദിയാനിയാണ് അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാൾ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഖാദിയാനി സമൂഹം ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോക മുസ്ലിമീങ്ങൾ. എന്നാൽ ഖാദിയാനികൾ പറയുന്നു നമ്മൾ മുസ്ലിങ്ങളാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് അവരും പറയുന്ന ഒരു പരിശുദ്ധമായ മതമാണ് എന്നുള്ളതാണ്.